വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുഗ്രഹീതരും ഭാഗ്യവാന്മാരും ആരെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകളുയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ച് ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ വസിക്കുന്ന ത്രിയേക ദൈവമേ, ഞങ്ങളുടെ സ്വാർത്ഥത, അഹങ്കാരം, വെറുപ്പ്, വിദ്വേഷം, അസൂയ, വൈരാഗ്യം, മുൻകോപം, ആസക്തികൾ, ദുശ്ചിന്തകൾ, നിരാശ, അപകർഷതാബോധം, മറ്റുള്ളവരെ വിധിക്കുന്ന പ്രവണത, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കാത്ത അവസ്ഥ, പ്രാർത്ഥനയിലുള്ള ശുഷ്കാന്തി കുറവ്, തഴക്കദോഷങ്ങൾ തുടങ്ങി ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപാസമുദ്രത്തിൽ ഞങ്ങളുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് നിർമ്മലമായ ഒരു ഹൃദയം നൽകി അവിടുത്തെ അനുഗ്രഹവർഷം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ചൊരിയണമേ. ആമേൻ.